ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ ബ്രെഡ് ബോൾസ് ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കുക്കുംബർ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി കണക്കിൽ ഉപയോഗിച്ചാൽ മതിയാകും. ഈ ഒരു റെസിപ്പി കൊണ്ട് നിങ്ങൾക്ക് 25 ബ്രെഡ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മയോണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. നേരത്തെ ഞാനിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ റെസിപ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ക്രീനിലെ ഐ ബട്ടണിലും ഞാൻ ഈ റെസിപ്പി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കണക്കിന് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഷവർമ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എങ്ങനെയാണ് ബോൾസ് ആക്കി എടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല ഇതിൽ. അപ്പോൾ സൈഡ്സ് കളയേണ്ട ആവശ്യമില്ല. ഞാനതൊരു മിക്സറിലിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം വെള്ളം കൈകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റാം. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരുപാട് വെള്ളം ആഡ് ചെയ്യാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഫില്ലിങ് ഇങ്ങനെ ഇട്ടിട്ട് മടക്കി ഇങ്ങനെ ബോൾസ് ആക്കി റോൾ ചെയ്തെടുക്കാം. അകത്തുള്ള ഷവർമ ഫില്ലിങ് മാക്സിമം പുറത്ത് കാണാണ്ട് തന്നെ നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് അത് പുറത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രെഡ് സ്ലൈസ് ഇതുപോലെ തന്നെ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടി ഇതേ പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഷവർമ ബോൾസ് നമുക്ക് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ബോൾസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല കറക്റ്റ് കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടി ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഷവർമ ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഉള്ളി വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.